അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, 6-ാം ക്ലാസ്സിലെ ദുറൂസ്, അതിലെ 6-ാമത്തെ പാഠം ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. കൽപ്പനാധികാരം അള്ളാഹുവിന് മാത്രമാണ്. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ അധികാരം പടച്ച റബ്ബിന് മാത്രമേ ഉള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എന്തിനാണ് കുറേ നിയമങ്ങൾ? ഈ നിയമങ്ങളൊന്നുമില്ലെങ്കിൽ എന്തു സുഖമാണ്. മൃഗങ്ങൾക്ക് നിയമങ്ങളുണ്ടോ? ഖാസിമും ഷിബിലിയും ഗൗരവമുള്ള ചർച്ചയിലാണ്. മൃഗങ്ങൾ വസ്ത്രം ധരിക്കുന്നില്ല. അവക്ക് ശുചി മുറിയോ കുളിമുറിയോ ഇല്ല. തിന്നാനോ കുടിക്കാനോ നിയന്ത്രണങ്ങളില്ല. മദ്രസയിലോ സ്കൂളിലോ പോകുന്നില്ല. മനുഷ്യൻ ഇങ്ങനെയൊക്കെ മതിയെന്നാണോ നീ പറയുന്നത്? ഖാസിം ചോദിച്ചു. ഷിബിലി പറയാ, എന്തിനാ കുറേ നിയമോ? ഈ നിയമമൊന്നുമില്ലെങ്കിൽ എന്ത് സുഖ. മൃഗങ്ങൾക്കൊന്നും നിയമല്ലല്ലോ, ഓൾക്ക് പോലെ ഇഷ്ടമല്ലേ. അപ്പോൾ ഖാസിമ് തിരിച്ച്, ഇജ്ജ് ഡ്രസ്സ് എടുത്തുക്കണല്ലോ, ഇജ്ജ് ഫാൻറ്റും കുപ്പായം ഇട്ടിക്കണല്ലോ, പോത്തും കാളിയും ഫാൻറ്റും കുപ്പായം നിർലില്ലല്ലോ. ഈ മൂത്രമൊഴിക്കാൻ മുട്ടുമ്പോൾ ബാത്റൂമൊക്കെ ഓടുമല്ലോ, ഐറ്റങ്ങളെ അവിടെ നിന്ന് മൂത്രമൊഴിക്കലാണല്ലോ. ഈ കുളിക്കാൻ വേണ്ടി കുളിപ്പൊരി കയറുമല്ലോ, ഐറ്റങ്ങൾ കുളിക്കൽ തന്നെയല്ല, കുളിക്കുകയാണെങ്കിൽ പബ്ലിക്കിൽ കുളിക്കുമല്ലോ. ഈ തിന്നുമ്പോൾ ശ്രദ്ധിച്ചല്ലേ തിന്നുള്ളൂ, എല്ലൊന്നും തിന്നൂലല്ലോ, ഐറ്റങ്ങൾ അങ്ങനൊന്നും ഇല്ലല്ലോ, ചോദ്യന്മാർക്ക് തിന്നുമല്ലോ. അപ്പോൾ അങ്ങനെ മനുഷ്യനും മതിയോ എന്ന് ഖാസിമ് തിരിച്ചും ചോദിച്ചു. ചർച്ച കേട്ടോ. ഷിബിലി, അത് പറ്റില്ല, മനുഷ്യർക്ക് നിയമങ്ങളൊക്കെ വേണം. ശരിയാണ്, അവൻ മനുഷ്യന്മാർക്ക് ഇതേമാതിരി മൃഗങ്ങളെപ്പോലെ ജീവിക്കാൻ പറ്റൂല, നിയമങ്ങളൊക്കെ വേണം. ചർച്ച കേട്ട് അടുത്ത സീറ്റിലുള്ള ഉസ്താദ് ഇടപെട്ടു. നിയമം വേണമെന്ന് രണ്ടുപേരും സമ്മതിച്ചല്ലോ. ഇനി പറയൂ, ആരാണ് ഈ നിയമമുണ്ടാക്കുക? നിയമം വേണം അല്ലേ? ഭക്ഷണം കഴിക്കുമ്പോൾ നിയമം, വെള്ളം കുടിക്കുമ്പോൾ നിയമം, അതുപോലെ തന്നെ ഓരോ രംഗത്തും നിയമങ്ങൾ. കച്ചവടം ചെയ്യുമ്പോൾ നിയമം, സക്കാത്ത് കൊടുക്കുമ്പോൾ നിയമം, നോമ്പ് വെക്കുമ്പോൾ നിയമം, കല്യാണം കഴിക്കുമ്പോൾ നിയമം. ഈ നിയമങ്ങളൊക്കെ ആരാ ഉണ്ടാക്കുക? മനുഷ്യർ തന്നെ. മനുഷ്യരിൽ പല വിഭാഗങ്ങളില്ലേ? സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ, വൃദ്ധർ, തൊഴിലാളികൾ, മുതലാളിമാർ. അവർ തന്നെ പല രൂപത്തിലാണ്. രാജ്യങ്ങൾ, സംസ്കാരങ്ങൾ, കാലഘട്ടങ്ങൾ എല്ലാം വ്യത്യാസം. ഇവർക്കെല്ലാം ആരാണ് നിയമങ്ങൾ ഉണ്ടാക്കുക? ഒരാൾക്ക് വേണ്ട നിയമം ഉണ്ടാക്കാൻ മറ്റൊരാൾക്ക് എന്താണ് അവകാശം? ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് നിനക്ക് തീരുമാനിക്കാൻ എന്താണ് അവകാശം? അവകാശം പറഞ്ഞോണ്ട. ഒരാൾ ഉണ്ടാക്കുന്ന നിയമം മറ്റൊരാൾക്ക് സ്വീകാര്യമാകണമെന്നുണ്ടോ? ഒരാളിപ്പോൾ ഒരു നിയമം ഉണ്ടാക്കുക, ഇനി മുതൽക്ക് സ്ത്രീകളൊന്നും അടുക്കളപ്പണി എടുക്കണ്ട, പുരുഷന്മാർ അടുക്കളപ്പണി എടുക്കട്ടെ, പുരുഷന്മാർ ചെയ്യുന്ന ജോലികളൊക്കെ നാളെ മുതൽ സ്ത്രീകൾ ചെയ്യട്ടെ. സാധിക്കുമോ? എല്ലാം ചെയ്യാൻ സാധിക്കുമോ? എവിടെയെങ്കിലുമൊക്കെ കാർ ഓടിക്കാൻ പറ്റില്ലേ? വലിയ ലോറിയൊക്കെ 1-2 സ്ത്രീകൾ ഓടിക്കുന്നൊക്കെ സാധാരണ സാധിക്കുമോ? തെങ്ങുമ കയറാൻ സാധിക്കുമോ? അയ്യൂല. അങ്ങനെ നിയമം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കുകയാണെങ്കിൽ സ്വീകരിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. ഒരാളുണ്ടാക്കുന്ന നിയമം മറ്റൊരാൾക്ക് സ്വീകാര്യമാകേണ്ടതുണ്ടോ? ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. ഇനി സ്വീകരിച്ചാൽ തന്നെ അത് ശരിയാവണമെന്നുണ്ടോ? അല്ലാ,
മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ നമുക്ക് നിയമം ഉണ്ടാക്കുന്നതിൽ പരിമിതിയുണ്ട് എന്ന് മനസ്സിലായി. എന്നാൽ സ്വന്തം കാര്യങ്ങളിലും നമുക്ക് നമ്മുടെ ചോയ്സുകൾ ആയിക്കൂടെ? മറ്റുള്ളവർക്ക് നിയമം നമുക്ക് ഉണ്ടാക്കണ്ട, നമുക്ക് നിയമം ഉണ്ടായിക്കൂടെ? നാം എന്ത് ധരിക്കണം, മുടി എങ്ങനെ മുറിക്കണം, ഏതു ഭക്ഷണം കഴിക്കണം എന്നൊക്കെ നമുക്ക് തീരുമാനിച്ചുകൂടെ? പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? എന്തുകൊണ്ട്? മക്കളെ നോക്കൂ, ഉസ്താദ് പറയണേ, മക്കളെ നോക്കൂ, നമ്മുടെ ശരീരത്തിൽ നമുക്ക് പൂർണ്ണ അവകാശമുണ്ടോ? നാം ജനിച്ചത് നമ്മുടെ ഉദ്ദേശപ്രകാരമാണോ? ചില ആൾക്കാർ ആൺകുട്ടിയാൽ മതിയായിരുന്നു, എന്തൊരു സുഖേനി. ചില പെൺകുട്ടിയാൽ മതിയായിരുന്നു. ചിലവർ പറയും ഈ വീട്ടിൽ ജനിക്കണില്ല, ആ വീട്ടിൽ ജനിച്ചാൽ മതി അല്ലേ? ഉദ്ദേശങ്ങൾ നമുക്ക് പലതുമാണ്. നമ്മളെ ഉദ്ദേശം പോലെയാണ് ജനിച്ചിരിക്കുന്നത്? അല്ല. നമ്മുടെ രൂപവും നിറവും അവയവങ്ങളുമൊക്കെ അങ്ങനെയാവണമെന്ന് നാം ആണോ തീരുമാനിച്ചത്? പേരും ചൊറുക്കുള്ളൊരു പെൺകുട്ടിയൊക്കെ എല്ലാവരും ഓളങ്ങനെ നോക്കുക. അപ്പോൾ ഇത്ര ഭംഗി വാണ്ടില്ലായിരുന്നു. തീരെ ഭംഗിയില്ലാത്തൊരാൾക്ക് തോന്നും, പക്ഷേ ഞാൻ ഇതെങ്ങനെ ആയിപ്പോയി, നമുക്കൊരു അധികാരമില്ല, ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ട്. അല്ലാ, നമുക്ക് ദാഹിക്കുന്നതും വിശക്കുന്നതും രോഗമുണ്ടാകുന്നു നമ്മുടെ ഇഷ്ടപ്രകാരമാണോ? ആണോ? അല്ല. അപ്പോൾ നമുക്ക് നിയമമുണ്ടാക്കാൻ പറ്റില്ല, മറ്റുള്ളവർക്കും പറ്റില്ല. സ്വന്തം നിയമമുണ്ടാക്കാൻ നമുക്ക് പറ്റില്ല, മറ്റുള്ളവർക്ക് നിയമമുണ്ടാക്കാനും നമുക്ക് പറ്റില്ല. പിന്നെ ആരാണ് നിയമമുണ്ടാക്കുക? ഒരു വണ്ടി ഉണ്ടാക്കി എന്ന് വെക്കുക. ഒരു വണ്ടി ഉണ്ടാക്കി എന്ന് വെക്കുക. ആരാണ് അതിൻ്റെ ഉപയോഗ നിയമങ്ങൾ നിർദ്ദേശിക്കുക? ഒരു കാർ ഉണ്ടാക്കിയാൽ ആ കാറിൻ്റെ യൂസർ മാനുവൽ ആരാ ഉണ്ടാക്കൽ? അതിൻ്റെ കമ്പനി ഉണ്ടാക്കിയ കമ്പനി അല്ലേ? ഉണ്ടാക്കിയ കമ്പനി. ശരിയാണ്. ആരാണോ നിർമ്മിച്ചത് അയാൾക്കാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുക. കൽപ്പന തന്നെയാണ് യൂസർ മാനുവൽ നിർദ്ദേശിക്കേണ്ടത് അല്ലേ? കമ്പനി അല്ലേ? കമ്പനി തന്നെയാണ് യൂസർ മാനുവൽ നിർദ്ദേശിക്കേണ്ടത്. അപ്പോൾ എന്തായ കമ്പനിയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടത്? നിർദ്ദേശിക്കേണ്ടത്. ഇത് PDF കുറച്ച് പ്രശ്നമായിപ്പോയി, അപ്പോൾ ഞാനിതിങ്ങനെ പൊടിച്ചിരിക്കുകയാണ് ഇത് കയ്യും കൊണ്ടേ. അപ്പോൾ അതാണ് വായിക്കുമ്പോൾ തെറ്റുന്നത്. ശ്രദ്ധ അങ്ങോട്ടാണ്, ഇത് ശരിയാക്കണോട്ടാ ശ്രദ്ധ. വമാ ജഅൽനാ ലിറജുലിൻ മിൻ ഖൽബൈനി, അല്ലേ? നമുക്കൊന്നല്ലേ പറ്റുള്ളൂ, ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കമ്പനിയാണ് യൂസർ മാനുവൽ നിർദ്ദേശിക്കേണ്ടത്. ഇനി ബാക്കി പറയാം. മനുഷ്യരാശിക്ക് ആവശ്യമായ മുഴുവൻ നിയമങ്ങളും ഉണ്ടാക്കേണ്ടത് അവരെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവാണ്. നാം എന്ത് ധരിക്കണം, മുടി എങ്ങനെ മുറിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ ശരീരം എൻ്റെ തീരുമാനമാണ്. സാധാരണ മുദ്രാവാക്യമുണ്ട് കുട്ടികൾക്കിടയിലെ, മൈ ബോഡി ഈസ് മൈ ചോയ്സ് എന്ന ആശയം തെറ്റാണല്ലേ ഉസ്താദേ? മൈ ബോഡി ഈസ് മൈ ചോയ്സ് തെറ്റല്ലേ ഉസ്താദേ? അതെ, തെറ്റാണ്. മറ്റാരുടെയും ഒരു നിയമവും അനുസരിക്കേണ്ട എന്നാണല്ലോ അത്. മറ്റാരുടെയും ഒരു നിയമവും അനുസരിക്കേണ്ട എന്നാണല്ലോ ആയി പറയണത്. അത് മൈ ബോഡി ഈസ് മൈ ചോയ്സ് അത് പറഞ്ഞു കഴിഞ്ഞ് ഇനി വേറൊരു പക്ഷേ ഞാൻ പറയാം.
മറ്റാരുടെയും ഒരു നിയമവും അനുസരിക്കേണ്ട എന്നാണോ? അപ്പം അള്ളാഹിൻ്റെ നിയമം മാത്രം അനുസരിച്ചാൽ മതി എന്നാണോ? അല്ല അല്ല അല്ല. മാതാപിതാക്കൾ, ഗുരുവര്യർ, കോടതികൾ, ഭരണാധികാരികൾ, ഇങ്ങനെ പലരെയും നാം അനുസരിക്കേണ്ടി വരും. ഇങ്ങനെ ചിലരെ അനുസരിക്കണമെന്നും സൃഷ്ടാവായ അല്ലാഹു തആലയുടെ നിയമം തന്നെയാണ്. ഖുർആൻ പറയുന്നു, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. ശിബിലി, ഞാൻ ഇത്രയും ചിന്തിച്ചിരുന്നില്ല. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. തെദ്രീബാത്ത് ഞാൻ വേറൊരു പേജിലാക്കി തരാം, വേറൊരു PDF ആക്കിയിട്ട് തരാം ഇൻഷാ അല്ലാഹ്. പടച്ച റബ്ബേ നീ കബൂലാക്കണേ അല്ലാ. പടച്ച റബ്ബേ ഞങ്ങളുടെ ഉമ്മ ഉപ്പ ഉസ്താദുമാർ ബന്ധുമിത്രാദികൾ അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. എല്ലാ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ പാപങ്ങളും പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും തരണേ അല്ലാ. നല്ലവരാക്കണേ അല്ലാ. എല്ലാ രംഗത്തും ഞങ്ങളൊന്ന് ഉയർത്തണേ അല്ലാ. തളർത്തല്ലേ റബ്ബേ. ഞങ്ങളെ ഉമ്മ ഉപ്പമാർക്കും അരകമായ രോഗം നൽകല്ല റബ്ബേ. ഞങ്ങളെ കുടുംബത്തിലെ പ്രയാസം നൽകല്ല റബ്ബേ. ഞങ്ങളെ നാട്ടിലെ പ്രയാസം നൽകല്ല റബ്ബേ. അല്ലാഹ് ആഖിർ സമാനാണ്. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. ഒരു വഞ്ചകന്റെ വഞ്ചനയിലും ഒരു ഫാസിഖിന്റെ ഫിസ്കിലും ഞങ്ങൾ അകപ്പെടുത്തല്ല റബ്ബേ. برحمتك يا أرحم الراحمين. السلام عليكم.